സോ ബി എ ഇന്ത്യൻ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലേ? നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ജനിച്ച നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? അതെ, ഒരു ഇന്ത്യക്കാരനായിട്ടിരിക്കുക, ഇന്ത്യക്കാരനായിട്ട് തുടരാൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കിടയിലുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? നിങ്ങളത് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പല പൊളിറ്റിക്കലായിട്ടുള്ള വിയോജിപ്പുകളുണ്ടായേക്കാം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതാൽ തന്നെ ഭരിക്കുന്ന പാർട്ടികളെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച്, ഇപ്പോഴുള്ള BJP സർക്കാരിനെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, നമ്മുടെ CM പിണറായി വിജയനെക്കുറിച്ച്, LDF കുറിച്ച്, അങ്ങനെ പല ലീഡും വെച്ച് നമ്മൾ സംസാരിക്കും, എതിർക്കും. പക്ഷേ നമുക്ക്, അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിന് പിന്നിൽ ഒരു ഭീഷണിയെ തന്നെയാണ് ഇന്ത്യ മറുപടി പറയുന്നത്. പക്ഷേ ചില ആളുകൾ ചോറ് ഇവിടെയും കൂറവിടെയും എന്ന് പറയുന്ന ചില ആളുകൾ, അവരുടെ കമൻറ്റുകളാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് നേരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, കുറച്ച് മണിക്കൂറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇതൊന്നും ആർക്കും വലിയ തെറ്റായി തോന്നില്ല. ഇതൊക്കെ ഒരു വലിയ തമാശയാണ്. മറ്റു രാജ്യങ്ങളിൽ അവിടെയുള്ള നേതാക്കന്മാരെ, രാജ്യത്തെ സിസ്റ്റത്തെ വെല്ലുവിളിച്ചാൽ, അധിക്ഷേപിച്ചാൽ, ഇത്തരം ചോറും കൂറും പരിപാടിയൊക്കെ അവിടെ നടത്തിയാൽ കിട്ടാൻ പോകുന്ന മാക്സിമം ശിക്ഷ തീവ്രവാദി എന്ന ചാപ്പയും തൂക്കുകയറും തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒന്നുമല്ല. ഇത് അവരുടെ കടമയായിട്ട് അവർ കാണും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ രാജ്യത്തിരുന്നിട്ട് പലരും സെലക്റ്റീവ് രാജ്യങ്ങൾക്ക് വേണ്ടി കരയും, സപ്പോർട്ട് ചെയ്യും, അവലംബിക്കും, പ്രാർത്ഥിക്കും, പ്രൊട്ടസ്റ്റ് നടത്തും, ആഘോഷങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. എന്തൊരു മനുഷ്യരാണല്ലേ! ഇതാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരെന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. എന്തൊരു വിദ്യയാണല്ലേ നമ്മുടേത്! ഇറാൻ നമ്മളെ തീർത്താൽ പോലും കുഴപ്പമില്ല, അവർ വിജയിക്കണം, അവരുടെ ഭാഗത്താണ് സത്യമെന്ന്. ഇത്തരക്കാരൊക്കെ നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. ഇവരുടെ ഈ സെലക്റ്റീവ് രാജ്യങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം ചിന്തകൾ എതിർക്കാനായിട്ട്, ഒരു വാക്കുകൊണ്ട് അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ മതേതരം വിളമ്പുന്ന നവോത്ഥാന നേതാക്കന്മാരോ നായകന്മാരോ ആരെങ്കിലും വന്നു? ഇല്ല, വരില്ല. ഇതിൽ മറ്റൊരു തമാശ കൂടിയുണ്ട്. ഇവിടെ ഈ രാജ്യത്തെ പറ്റി നല്ലത് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവൻ സംഖ്യയായി മാറും. ഇനി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പിപ്പട്ടം, തീവ്രവാദിപ്പട്ടം, അങ്ങനെ പലതും കിട്ടും. കാരണം മറ്റൊന്നുമല്ല, സപ്പോർട്ട് ചെയ്താൽ ഈ രാജ്യം ഭരിക്കുന്ന ആരാ? BJP ആണല്ലോ. അപ്പോൾ BJP സപ്പോർട്ടറായി മാറും, മറിച്ചാണെങ്കിൽ BJP അഗൈൻസ്റ്റായി മാറും. സോ സെയിമായിട്ട് കാര്യം മുന്നോട്ട് പോകും. പിന്നെ ഒന്ന് മാത്രം ചിന്തിക്കുക, നിങ്ങൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. സോ പ്രൗഡ് ടു ബി എ ഇന്ത്യൻ. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മൾ. പലസ്തീൻ യുദ്ധം, വെനസ്വേലയിൽ പ്രശ്നം, ഇറാനിൽ യുദ്ധം, ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണെങ്കിലും, കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇതൊന്നും എൻ്റെ രാജ്യത്തെ, എൻ്റെ സഹോദരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ ഇറാനുമായിട്ട് നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് ഈ നാടിന് സമ്മാനങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തെ അനുബന്ധിച്ചിട്ട് പല ആൾക്കാരും ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പേരൊക്കെ വെച്ചിട്ട് ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യം സെലക്റ്റീവ് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം അക്രമ കാര്യങ്ങൾ, തീവ്ര സ്വഭാവം പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് ഒരു സമൂഹത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നേ അല്ല. സോ പ്ലീസ് ബി എ ഇന്ത്യൻ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരായിട്ടിരിക്കട്ടെ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും ഇന്ത്യക്കാരായി തന്നെ തുടരട്ടെ.